യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ശ്രീ പുല്ലൂർ ആർ വിശ്വംഭരൻ. ഓം ഗജാനനം ഭൂത ഗണാതിസേവിതം കപിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമാമി വിഘ്നേശ്വര പാദപങ്കജം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണുശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം. അടുത്തായി ഭദ്രദീപം തെളിയിക്കൽ. എസ് ഹരികൃഷ്ണൻ, എസ് രാജലക്ഷ്മി. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി ഡോക്ടർ എസ് രാജു കൃഷ്ണൻ ക്ഷണിക്കും. വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും എൻ്റെ നമസ്കാരം. 2012 ഒക്ടോബർ 2 ഞങ്ങളെ വേർപിരിഞ്ഞ അച്ഛൻ്റെ ഓർമ്മ പുതുക്കുവാനുള്ള യോഗമാണ് ഇവിടെ ചേരുന്നത്. അതോടൊപ്പം തന്നെ 1961 അച്ഛൻ രചിച്ച, അന്ന് നിരവധി വേദികളിൽ അരങ്ങേറിയ ഓണമുണ്ടും ഓടക്കുഴലും എന്ന ആദ്യ നാടകത്തിൻ്റെ അവതരണവും ഇവിടെ നടക്കുകയാണ്. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണോ അതോ വേദനയുടെ നിമിഷങ്ങളാണോ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ രണ്ടും ചേരുന്ന ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അച്ഛൻ്റെ വേർപാട് ഒരു കുടുംബത്തിന് എത്രമാത്രം ദുഃഖം ഉണ്ടാക്കും എന്ന് കഴിഞ്ഞ 10 വർഷത്തെ അനുഭവത്തിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കി. ആരോഗ്യ കാരണങ്ങളാൽ ഇവിടെ എത്താൻ കഴിയാതിരിക്കുന്ന ഞങ്ങളുടെ അമ്മ, അതൊരു വേദനയായി ഈ നിമിഷത്തിൽ ഞാൻ കരുതുകയാണ്. അപ്പോൾ വേദനയുടെ നിമിഷങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അച്ഛനും അമ്മയും വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഈ നാടകത്തിൻ്റെ ഈ ഒരു അവതരണം 10 വർഷത്തിന് ശേഷമെങ്കിലും
സാധ്യമായതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ നാടകം, അച്ഛൻ്റെ ഈ നാടകം ഈ അവസരത്തിൽ രണ്ടുപേർക്കും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. 1930 ജനിച്ച് 2 വ്യത്യസ്ത മേഖലകളിലാണ് അച്ഛൻ തൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. 60കളിലും 70കളിലെ ആദ്യത്തെ ഭാഗത്തുമൊക്കെ തന്നെ നാടകരംഗത്ത് പ്രവർത്തിച്ചെങ്കിൽ അതിനുശേഷം 75-ന് ശേഷം തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിലേക്കാണ് അച്ഛൻ കടന്നു ചെന്നത്, സർവീസ് കാര്യ വിദഗ്ധൻ എന്ന രീതിയിൽ. 61 രചിച്ച ഈ നാടകം അച്ഛൻ്റെ നാടക രംഗത്തെ തുടക്കമായിരുന്നു. പിന്നീട് 3 നാടകങ്ങൾ കൂടി രചിച്ചു. അടർക്കളം, കാലന് കണക്ക് തെറ്റി, കിനാവള്ളികൾ. നിരവധി വേദികളിൽ എക്കാലത്ത് അവതരിപ്പിച്ച ഈ നാടകം പല വ്യക്തികളുടെയും അരങ്ങേറ്റം കുറിച്ചു എന്നതുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രശസ്ത ചലച്ചിത്ര താരങ്ങളായ അന്തരിച്ച മുരളി, ഇപ്പോൾ സജീവമല്ലാത്ത ജഗതി ശ്രീകുമാർ എന്നിവർ അരങ്ങേറ്റം നടത്തിയത് ഈ നാടകത്തിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. പ്രശസ്ത നടി TR ഓമന ചെങ്ങന്നൂർ മംഗളം ആർട്സ് ക്ലബ്ബ് ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ അതിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നതും സന്തോഷത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അതിനപ്പുറം ഇന്ന് ഈ നാടകത്തിൽ വേഷമിടുന്ന ഒരു ബഹുമാന്യ നടൻ 71 ഇതേ നാടകത്തിൽ ബാലതാരമായി പങ്കെടുത്ത് ഈ നാടകം അവതരിപ്പിച്ച വേളയിൽ പങ്കെടുത്തു എന്നതും സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. ഈ നാടകം അരങ്ങേറുവാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ തന്നെ കുടുംബത്തിൽ അതിഥിയായി വന്ന എൻ്റെ ജ്യേഷ്ഠൻ രാധാകൃഷ്ണൻ്റെ മകളുടെ ഭർത്താവ് ശ്രീ നന്ദു, അല്ലെങ്കിൽ ഞങ്ങൾ നന്ദു എന്ന് വിളിക്കുന്ന അഡ്വക്കേറ്റ് നാരായൺ, പുസ്തകപ്രേമിയും നാടകപ്രേമിയും ഒക്കെയായ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്തുകൂടിയാണ് ഈ നാടകം ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നതെന്ന് ഞാനിവിടെ പറയുകയാണ്. നന്ദുവിൻ്റെ ആ സമ്മർദ്ദത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നു. അദ്ദേഹം കൂടുതൽ സമ്മർദ്ദങ്ങളുമായി ഇപ്പോഴും ഞങ്ങളുടെ പുറകെയുണ്ട്. ബാക്കി 3 നാടകങ്ങൾ കൂടി അടുത്ത 3 വർഷങ്ങളിലായി അവതരിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം അദ്ദേഹം വെക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ നാടകം ഇന്ന് ഇവിടെ അവതരിപ്പിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടിയ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഈ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷനുമായുള്ള ബന്ധം എഴുമറ്റൂർ സാറും അതുപോലെ അനന്തപുരം രവി സാറുമായിട്ടുള്ള ബന്ധം ഒക്കെ തന്നെ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സഹായകരമായ വസ്തുതകളാണ്. അതുപോലെ തന്നെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായ ശ്രീ എഴുമറ്റൂർ സാറിൻ്റെ പ്രോത്സാഹനവും ശ്രീ അനന്തപുരം രവി സാറിൻ്റെ പ്രോത്സാഹനവും ഒക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. മികച്ച ഒരു നടൻ എന്ന രീതിയിൽ പന്തളം NSS കോളേജിൽ പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടിയായിട്ടല്ല പഠിക്കാൻ പോയത്. ഞങ്ങൾ 3 മക്കൾ ആയ ശേഷം പ്രീ യൂണിവേഴ്സിറ്റിയും ബിരുദവും പന്തളം NSS കോളേജിൽ പഠിച്ചപ്പോൾ അവിടെ കോളേജ് യൂണിയൻ ചെയർമാനായും നാടക അവതരണത്തിന് മികച്ച നടനായും ഒക്കെ അംഗീകാരങ്ങൾ നേടിയ വ്യക്തി കൂടിയായിരുന്നു അച്ഛൻ. പക്ഷേ 75 ഒക്കെ ആയപ്പോൾ അച്ഛന് ബോധ്യപ്പെട്ടു നാടകം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകില്ല എന്നത് മനസ്സിലായി. അത് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നാടകം കൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം വന്നപ്പോഴാണ് കുറച്ചുകൂടി പ്രാധാന്യം അർഹിക്കുന്നു എന്ന് തോന്നിയ സർവീസ് കാര്യ മേഖലയിലേക്ക് 78 മുഖ്യമായും കടക്കുന്നത്. അന്ന് തൊട്ട് 78 കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വ്യവസ്ഥകൾ, അതായത് ഓണമുണ്ടും ഓടക്കുഴലിൽ നിന്നും കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വ്യവസ്ഥകളിലേക്ക് മാറുന്നത്, പുസ്തക രൂപത്തിൽ മാറുന്നത് 78 2012 മരണത്തെ നേരിടുമ്പോഴും അവസാനം ആയി 55ാമത്തെ എഡീഷൻ പുറത്തിറക്കിയിട്ടാണ് അച്ഛൻ മരിച്ചത്.
ഇന്നിപ്പോൾ 2022 ആ പതിപ്പുകളുടെ എണ്ണം 63 എത്തി നിൽക്കുകയാണ്. അച്ഛൻ ഇറക്കിയ ആ ഒരു കാല അളവിൽ ഓരോ 6 മാസവും പുസ്തകം പുതുക്കി ഇറക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അച്ഛൻ. അത് പാലിക്കാൻ അതിൻ്റെ ചുമതല ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഞാൻ സമ്മതിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും കേരളത്തിലെ സർക്കാർ ജീവനക്കാർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ പുസ്തകം, അതിൻ്റെ പുനഃപ്രസിദ്ധീകരണം അധികം താമസിയാതെ തന്നെ നടത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛൻ മരിച്ചപ്പോൾ അച്ഛന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് ഒരു പ്രമുഖ പത്രത്തിൽ കുറിച്ച തലവാചകമായിരുന്നു: നാടകരംഗത്ത് നഷ്ടം, സർക്കാർ ജീവനക്കാരുടെ നേട്ടം എന്നാണ് ആ പത്രം തലക്കെട്ടിൽ പറഞ്ഞത്. ഈ പുസ്തകത്തിന് ഇതുവരെ അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. മലയാള ഭാഷയ്ക്ക് നൽകിയ വലിയൊരു സംഭാവനയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം സർവീസ് കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ മുഷിപ്പൻ മേഖലയാണ്. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഒന്നും മനസ്സിലാകാത്ത ഒരു സ്ഥിതി. അത് മലയാളത്തിൽ ലളിതമായി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ശ്രമമാണ്. ആ ശ്രമത്തിന് ഉദ്ദേശിച്ച രീതിയിലുള്ള അംഗീകാരം സർക്കാർ തലത്തിലെങ്ങും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് അതേക്കെ വലുത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഞങ്ങളുടെ അച്ഛൻ്റെ ഈ ഒരു ഓർമ്മ പുതുക്കലിന് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീ പ്രദീപ് പനങ്ങാട് അവർകളാണ്. നിരൂപകൻ, സംഘാടകൻ, അതുപോലെ തന്നെ അന്വേഷണം ഓൺലൈൻ മാസികയുടെ ചീഫ് എഡിറ്റർ, പത്മരാജൻ ട്രസ്റ്റിലെ ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ പ്രദീപ് പനങ്ങാടിനെ സന്തോഷപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല. വിഖ്യാത ചലച്ചിത്രകാരൻ, സംവിധായകൻ, അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ അഭിമാനമായ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് അതിൻ്റെ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ആദരണീയനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അവരുടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ്റെ ഏറ്റവും അടുത്ത് അറിഞ്ഞിരുന്ന, അച്ഛൻ്റെ സർവീസ് കാര്യങ്ങളിൽ വേണ്ട മാർഗനിർദ്ദേശം നൽകിയ ബഹുമാന്യ വ്യക്തിയാണ് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ സർ. പ്രൊഫസർ M. കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. കവി, നിരൂപകൻ, സംഘാടകൻ, വാഗ്മി, ഭാഷാസ്നേഹി എന്നീ നിലകളിൽ കേരളം അങ്ങോളം ഇങ്ങോളം അറിയുന്ന വ്യക്തിയാണ്. ഔദ്യോഗിക ഭാഷാ വകുപ്പിൽ ഭാഷാ വിദഗ്ധനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീമന്തരം KP അനുസ്മരണമാണ് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ നടത്തുന്നത്. ആശംസകൾ അർപ്പിക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന നാടകരംഗത്തെ രണ്ട് പ്രമുഖ വ്യക്തികൾ, ഈ നാടകം സംവിധാനം ചെയ്യുന്ന, ഇന്ന് ഈ വേദിയിൽ സംവിധാനം ചെയ്യുന്ന ശ്രീ അനന്തപുരം രവി എല്ലാവർക്കും വളരെ പരിചിതനായ ഒരു മുഖം തന്നെയാണ്. നാടകകൃത്ത്, നടൻ, സംവിധായകൻ എന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതനായ ഈ വ്യക്തിയെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നാടകരംഗത്തെ പ്രശസ്തനായ മറ്റൊരു വ്യക്തി, കവി, നാടകകൃത്ത്, നടൻ, സംവിധായകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം ഈ വേദിയിലെ ഒരു സ്ഥിരം നടനാണ്. പല നാടകങ്ങളും ഇവിടെ അവതരിപ്പിച്ചതിൽ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ പങ്കാളിയായിരുന്നു. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ അരങ്ങേറുന്ന നാടകത്തിൻ്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട്. അവരുടെ പേരുകളൊന്നും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നില്ല. ഈ നാടകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു വരുന്ന, ഇന്നിവിടെ ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ അതിൽ പങ്കാളികളാകുന്ന എല്ലാ വ്യക്തികളെയും പേരെടുത്ത് പറയാതെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ കുടുംബ ബന്ധുക്കൾ, അച്ഛനെ സ്നേഹിക്കുന്നവർ
ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ, അങ്ങനെ നിരവധി പേർ ഈ വേദിയിൽ, ഈ സദസ്സിൽ ഹാജരായിട്ടുണ്ട്. സമയപരിമിതി കൊണ്ട് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഈ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന് വേദി ഒരുക്കി തന്ന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഭാരവാഹികൾക്കും ഒക്കെ ഞങ്ങളുടെ ആദരവ് അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് ഉദ്ഘാടന പ്രസംഗമാണ്. അതിനായി വിഖ്യാത സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള അഭിവന്ദ്യരെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ശ്രീമന്ദിരം KP അദ്ദേഹം ആദ്യ നാടകം എഴുതിയ സമയത്ത് തന്നെ അദ്ദേഹത്തെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ആ കാലം മലയാളത്തിൽ നാടകങ്ങളുടെ ഒരു സുവർണകാലമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട നാടകകൃത്തുക്കളെല്ലാം അവരുടെ കൃതികൾ കൊണ്ട് സമൃദ്ധമാക്കിയ ഒരു കാലഘട്ടമായിരുന്നത്. എൻ കൃഷ്ണപിള്ള സാറ് മുതൽ നമുക്കിപ്പോൾ നാടകത്തിൽ അറിയപ്പെടുന്ന തോപ്പിൽ വാസി, ഇങ്ങനെ ജി ശങ്കരപിള്ള സാറ്, ഇവരൊക്കെ എല്ലാം ചേരുന്ന ഒരു 50-കൾ 60-കൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഒരു നാടക പ്രവർത്തകനായിരുന്ന എനിക്ക് സ്വാഭാവികമായിട്ടും ശ്രീമന്ദിരം KPയെ പറ്റി കൂടുതൽ വ്യക്തിപരമായിട്ട് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നാടകത്തെപ്പറ്റിയും അത് ആളുകളുടെ ഇടയിൽ നേടിയിട്ടുള്ള ജനശ്രദ്ധയെപ്പറ്റിയൊക്കെ അറിയാമായിരുന്നു. എന്നുമാത്രമല്ല, പുതിയ നാടകങ്ങൾ ഇറങ്ങുന്ന മുറയ്ക്ക് തന്നെ അത് വായിക്കാനും കഴിയുമെങ്കിൽ അവതരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ വളരെ വളരെ നമ്മുടെ, പ്രത്യേകിച്ച് എനിക്കറിയാവുന്നിടത്തോളം മധ്യ തിരുവിതാംകൂറിൽ വളരെ പ്രശസ്തി നേടിയ ഒരു നാടകമായിരുന്നു ഓണമുണ്ടും ഓടക്കുഴലും എന്ന നാടകം. പിൽക്കാലത്ത്, അതായത് 60-കളുടെ തുടക്കത്തിലൊക്കെ, അപ്പോഴൊക്കെ ഞാൻ വളരെ കാര്യമായിട്ട് നാടകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഞാൻ അറിയാനിടയായത് ഈ ശ്രീമന്ദിരം KP എന്ന് പറയുന്ന നാടകൃത്ത് പന്തളം കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ് എന്ന്. അപ്പോൾ അദ്ദേഹം ഒരു ചെറുപ്രായക്കാരനായിരിക്കും എന്ന് ഞാൻ കരുതിയുള്ളൂ. കാരണം എൻ്റെ സഹോദരൻ അന്ന് അവിടെ അധ്യാപകനാണ്. അതുകൊണ്ട് എനിക്ക് കോളേജിൽ പോവുകയും അറിയുകയൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ അറിയപ്പെടുന്ന ഒരു നാടകൃത്ത് അവിടെ വിദ്യാർത്ഥിയായിട്ട് ചേർന്നിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു. എന്ന് മാത്രമല്ല, ആ വിദ്യാർത്ഥി അവിടുത്തെ യൂണിയൻ്റെ ചെയർമാനാവുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ എല്ലാവരും അറിഞ്ഞു. പന്തളം, ഞാൻ കരുതിയത് അദ്ദേഹം തീർച്ചയായിട്ടും പന്തളത്തുകാരനായിരിക്കും എന്ന് തന്നെയാണ്. പിൽക്കാലത്താണ് ചെങ്ങന്നൂർ ആണ് സ്വദേശം എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള ഒരു അറിവ് മാത്രമേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രീമന്ദിരം KPയെ പറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലൂടെ ഒന്ന് ഓടിച്ചു പോകുമ്പോൾ അസാമാന്യമായ പ്രതിഭയുള്ള ഒരു വ്യക്തി സ്വന്തം പരിശ്രമം കൊണ്ട് ആദ്യം അദ്ദേഹം തുടങ്ങിയത് ഒരു പ്രൈമറി സ്കൂളിലെ അധ്യാപകനായിട്ടാണ്. അതിനുശേഷം പോയി പഠിച്ച് ആ പഠനത്തിൻ്റെ ഭാഗമായിരുന്നു. കുറച്ച് മുതിർന്നതിന് ശേഷമാണ് അവിടെ പന്തളം കോളേജിൽ വന്ന് പഠിക്കുന്നതും അദ്ദേഹം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലെ ബോർഡ് അംഗമാകുന്നതും പിന്നെ പിൽക്കാലം അതിൻ്റെ പ്രസിഡൻ്റാവുന്നതും ഒക്കെ. അതൊക്കെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വളരെ തൃപ്തി നൽകുന്ന, അന്തസ്സ് നൽകുന്ന, അഭിമാനം തോന്നുന്ന സ്ഥാനലബ്ധികളാണ് അദ്ദേഹത്തിനുണ്ടായത്. തീർച്ചയായും ഇന്നിപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ 91 വയസ്സ് പ്രായമായിരുന്നേനെ. 10 വർഷം മുമ്പ് മാത്രം നമ്മളെ വിട്ടുപോയ ശ്രീമന്ദിരം KPയെ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ഓർമ്മിക്കാൻ കൂടിയ ഒരു യോഗം കൂടിയാണിത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള നാടകം
60-61 വർഷത്തിന് ശേഷം അവതരിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ കഴിഞ്ഞുപോയ 10-20 വർഷം നാടകം വളരെ ശോച്യാവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ കുറേശ്ശെയായിട്ട് ജീവൻ വെച്ച് വരുന്നുണ്ട് എന്ന് കാണുന്നതും വളരെ ആഹ്ലാദകരമാണ്. അതുകൊണ്ട് തന്നെ 60കളുടെ തുടക്കത്തിൽ അവതരണങ്ങൾ ആരംഭിച്ച ഈ നാടകം ഇന്ന് 60 വർഷക്കാലത്തിന് ശേഷം അവതരിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ബാക്കി 3 നാടകങ്ങൾ കൂടി ഇനി വേദി കാണും എന്നൊക്കെ അറിയുന്നത് വളരെ സന്തോഷകരമാണ്. ഈ നാടകത്തിനും ഈ നാടകത്തിൻ്റെ അവതരണത്തിനും അതിൻ്റെ കാര്യമായിട്ടുള്ള ആസ്വാദനത്തിനുമൊക്കെയുള്ള ആശംസകളോട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ യോഗത്തിന് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ആദ്യം ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ യോഗം വിട്ടുപോകുന്നു. സാറിന് പൊന്നാട അണിയിക്കാനായി ശ്രീ എഴുമറ്റൂർ രാജരാജവർമ്മ ക്ഷണിക്കുന്നു. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ശ്രീമന്ദിരം കെ പി എന്ന ഈ പേര് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ ഞാൻ വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു പേരാണ് ശ്രീമന്ദിരം കെ പി. കാരണം എൻ്റെ നാട്ടിൽ ഈ നാടകം പലതവണ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കാണാനുള്ളൊരു ഭാഗ്യമൊന്നും എനിക്കുണ്ടായില്ല. എങ്കിൽ പോലും അന്ന് ഞാൻ അന്ന് നാട്ടിൻപുറത്ത് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടകത്തിൻ്റെ 1-2 നാടകങ്ങളുടെ പേര്, ഒന്ന് ഈ ഓണമുണ്ടും ഓടക്കുഴലും, അതുപോലെ കർഷകൻ്റെ കലപ്പ, ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട നാടകങ്ങൾ അന്ന് കേരളത്തിലെ, പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിലെ മധ്യ തിരുവിതാംകൂറിലെ വായനശാലകളിലും ക്ലബ്ബുകളിലുമൊക്കെ ഇത് കളിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ശ്രീമന്ദിരം കെ പി എന്ന് പറയുന്ന നാടകകൃത്തിനെക്കുറിച്ച് ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 1980-ലാണ്. എൻ്റെ നാട്ടിൽ അന്നും ഞാനൊരു വിദ്യാർത്ഥിയാണ്. അന്നും എൻ്റെ നാട്ടിലെ ഒരു വായനശാലയുടെ വാർഷികാഘോഷത്തിലെ സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ശ്രീമന്ദിരം കെ പി എത്തി. അപ്പോഴേക്ക് അദ്ദേഹം നാടകമൊക്കെ നിർത്തിവെച്ചെന്ന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമോ പ്രസിഡൻറ്റോ എന്തൊക്കെ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുകയും പിന്നെ ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കൊക്കെ അദ്ദേഹം നാടകം നിർത്തി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇപ്പോഴും ആ ഓണമുണ്ടും ഓടക്കുഴലും എന്ന് പറയുന്ന ആ നാടകം വളരെയേറെ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞു കിടക്കുന്ന ഒരു നാടകമാണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ കേരളത്തിലെ പ്രമുഖനായ ഒരു നിരൂപകനുമായി സംസാരിച്ചപ്പോൾ, ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ 6ാം ക്ലാസ്സിൽ ഈ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലെ വായനശാലയിൽ വെച്ച്, ഗ്രാമപ്രദേശത്തെ വായനശാലയിൽ വെച്ച് ഓണമുണ്ട് ഓടക്കുഴൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും പേരുകൾ ആ നിരൂപകൻ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു. അത്രമാത്രം ആഴത്തിൽ പതിഞ്ഞ ഒരു നാടകമാണ് ഈ ഓണമുണ്ടും ഓടക്കുഴലും എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രശസ്തനായ ഒരു അഭിനേതാവിൻ്റെ ആത്മകഥ വായിച്ചപ്പോൾ അതിലും ഞാൻ ഇത് കണ്ടു. ആ അഭിനേതാവ് വളരെ ചെറുപ്പകാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ
അധ്യാപകരെല്ലാവരും കൂടി ചേർന്ന് ഒരു നാടകം അഭിനയിക്കാൻ തീരുമാനിച്ചു. അത് ഓണമുണ്ടും ഓടക്കുഴലുമായിരുന്നു. ആ അഭിനയിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിലെ ഒരു ചെറിയ വിദ്യാർത്ഥിയെ വേണം, കുട്ടിയെ, ഹരി എന്ന് പറയുന്ന കഥാപാത്രത്തെ. അത് നമ്മുടെ ഈ നടനെയാണ്, പിൽക്കാലത്ത് വളർന്നു വന്ന ആ നടനെയാണ് തിരഞ്ഞെടുത്തത്. ആ നടൻ ആദ്യം ഒരു നാടകത്തിൽ അഭിനയിച്ചു, പക്ഷെ അത് പരാജയപ്പെട്ടു പോയി. പക്ഷെ രണ്ടാമത്തെ നാടകമാണിത്. ആ രണ്ടാമത്തെ നാടകത്തിലേക്കാണ് ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്, ഈ ചെറിയ കുട്ടിയെ വിളിച്ചിരിക്കുന്നത്. അന്ന് 5ാം ക്ലാസ്സിലും കൊണ്ടാണ് ആ കുട്ടി പഠിക്കുന്നത്. ബാക്കിയെല്ലാം അഭിനയിക്കുന്നത് ആ കുട്ടിയുടെ അധ്യാപകരാണ്, ആ സ്കൂളിലെ അധ്യാപകരാണ്. അപ്പോൾ ആദ്യം ആ കുട്ടി പറയേണ്ട ഒരു ഡയലോഗ് ഇതാണ്: അച്ഛൻ വരുമ്പോൾ എനിക്ക് ഒരു ഓണമുണ്ടും ഓടക്കുഴലും കൊണ്ടുവരണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആ കുട്ടി റിഹേഴ്സലിൽ തെറ്റിച്ചു. 5ാം ക്ലാസ്സിലേ ഉള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം ഓണമുണ്ടും ഓടക്കുഴലും അച്ഛൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ അത് ഏകദേശം കൃത്യമായിട്ടത് പറഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ റിഹേഴ്സൽ വന്നപ്പോൾ ഈ സാറ് പറഞ്ഞു, ഈ ഡയലോഗ് മുഖത്ത് നോക്കി പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ മുഖത്ത് നോക്കി ഈ ഡയലോഗ് പറഞ്ഞു. അച്ഛൻ വരുമ്പോൾ ഓണമുണ്ടും ഓടക്കുഴലും കൊണ്ടുവരണം. അതോടുകൂടി അദ്ദേഹം നിരന്തരമായ റിഹേഴ്സൽ നടക്കുന്നു. ആ റിഹേഴ്സലിൽ ആ ഭാഗങ്ങൾ നന്നായി അദ്ദേഹം പറയുന്നു, അഭിനയിക്കുന്നു. അദ്ദേഹം അതിൻ്റെ നിങ്ങൾക്ക് നാടകത്തിൻ്റെ അവസാനം അറിയാം. ആ നാടകത്തിൻ്റെ അവസാനം വളരെ വികാര തീവ്രമായ ഒരു രംഗങ്ങളൊക്കെ അതിൻ്റെ അവസാനമുണ്ട്. അപ്പോൾ കരയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഗ്ലിസറിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളിയൊക്കെ ചതച്ച് കണ്ണിലിട്ടിട്ടാണ് ഈ ഗ്ലിസറിൻ അത് കരയിപ്പിക്കുന്നത്. അങ്ങനെ നാടകം കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു വെച്ചാൽ നമ്മുടെ ഈ ചെറിയ കുട്ടിയുടെ കണ്ണിലൊക്കെ നീരൊക്കെ വന്ന് വളരെ ബുദ്ധിമുട്ടി അദ്ദേഹത്തിന് പിന്നെ പോകാനായിട്ട്. അന്ന് അച്ഛൻ വരുമ്പോൾ ഓണമുണ്ടും ഓടക്കുഴലും കൊണ്ടുവരണം എന്ന് 3-4 പ്രാവശ്യം പറഞ്ഞ് തെറ്റി. പിന്നീടത് വിജയിപ്പിച്ച ആ നടൻ്റെ പേരാണ് ഭരത് മുരളി എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നാടകമാണ്, അദ്ദേഹം ആദ്യമായി സ്റ്റേജിൽ അവതരിപ്പിച്ച നാടകമാണ് ഈ ഓണമുണ്ടും ഓടക്കുഴലും എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഒത്തിരി ഓണമുണ്ടും ഓടക്കുഴലും കിട്ടുകയും ചെയ്തു. അങ്ങനെ അക്കാലത്ത് 1960കളിൽ നാടകരംഗത്തേക്ക് വന്ന ആളുകളെല്ലാം, യുവാക്കളെയും കുട്ടികളെയും ഒക്കെ ഏറെ ആകർഷിച്ച നാടകം ഈ ഓണമുണ്ടും ഓടക്കുഴലുമായിരുന്നു. അദ്ദേഹം 1960ലാണ് ഈ ഓണമുണ്ടും ഓടക്കുഴലും എഴുതുന്നത്. നേരത്തെ അടൂർ സാറ് പറഞ്ഞതുപോലെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടമായിരുന്നു 1960 എന്ന് പറയുന്നത് നാടകത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം 1950കളിൽ കേരളത്തിലെ രാഷ്ട്രീയ നാടകങ്ങളുടെ ഒരു വലിയ വേലിയേറ്റം ഉണ്ടായി. തോപ്പിൽ ഭാസിയെ പോലെയുള്ള ആളുകൾ, SL പുരത്തെ പോലെ ആളുകൾ ഒക്കെ തന്നെ വലിയ രാഷ്ട്രീയ നാടകങ്ങളുടെ ഒരു വലിയ വേലിയേറ്റത്തിലേക്ക് കൊണ്ടുവന്നു. അതേപോലെ തന്നെ CJ തോമസിനെ പോലെയുള്ള ആളുകൾ ക്രൈം നാടകങ്ങൾ, CJ തോമസ് അവൻ വീണ്ടും വരുന്നു, ആ മനുഷ്യൻ നീ തന്നെ തുടങ്ങിയ CJ തോമസിൻ്റെ നാടകങ്ങൾ വരുന്നു. അതേ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ നാടകം വരുന്നു. O മാധവൻ്റെ SL പുരത്തിൻ്റെ നാടകങ്ങൾ വരുന്നു. ഇങ്ങനെ പല സ്ട്രീമുകളിലൂടെയുള്ള നാടകങ്ങൾ വന്ന കാലം 1960. അതിനുശേഷം അത്രമാത്രം ശക്തമായൊരു നാടക ചരിത്രം മലയാളത്തിലുണ്ടായിട്ടില്ല. ഈ 60കളിൽ വളരെ നേരത്തെ അടൂർ സാറ് പറഞ്ഞത് തന്നെയാണ്, പല തരത്തിലുള്ള നാടകങ്ങളാണ്, പല രൂപത്തിലുള്ള നാടകങ്ങളുണ്ട്. 1965 ആവുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തെ, നാടകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന നാടകക്കളരി എന്ന് പറയുന്ന ഒരു വലിയ ഒരു നവോത്ഥാന നാടകത്തിലുണ്ടാവുന്നു. ഇങ്ങനെയുള്ള ഒരു സങ്കീർണമായ കാലഘട്ടത്തിലാണ് ഈ ശ്രീമന്ദിരം KP ഈ നാടകങ്ങൾ എഴുതിയത്. ഈ 3 നാടകങ്ങൾ എഴുതിയത് 1960. ഈ 1961ലാണ് CJ തോമസ് നാടകം എഴുതിയിട്ടുണ്ട്, വൈക്കം ചന്ദ്രശേഖരൻ നായർ നാടകം എഴുതിയിട്ടുണ്ട്, ചെറുകാട് നാടകം എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ ഈ 1960-61 കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇത്രയും സങ്കീർണമായ ഈ കാലഘട്ടത്തിൽ എഴുതിയ ഈ ശ്രീമന്ദിരം KPയുടെ നാടകങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് ഞാനൊരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത്, മറ്റുള്ളവരൊക്കെ തന്നെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചായിരുന്നു ഈ നാടകങ്ങളിലൂടെയൊക്കെ അവതരിപ്പിച്ചത്. സമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച്, സമൂഹത്തിലുണ്ടാകുന്ന പരിവർത്തനങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയമായ മാറ്റങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയമായ പരിണതികളെക്കുറിച്ച് ഒക്കെയാണ് അവരൊക്കെ നാടകം എഴുതിയത്. പക്ഷേ നമ്മുടെ ശ്രീമന്ദിരം KP വീടിൻ്റെ ഉള്ളിലേക്കും മനുഷ്യൻ്റെ ഉള്ളിലേക്കും കടന്നു ചെല്ലാനാണ് ശ്രീമന്ദിരം KP ശ്രമിച്ചത് എന്നുള്ളതാണ് സത്യം.
അവരൊക്കെ തന്നെ വൈക്കം ചന്ദ്രശേഖരൻ്റെ നാടകവും മലപ്പുരത്തിൻ്റെ നാടകവും നമ്മുടെ സി ജി ഗോപിനാഥിൻ്റെ നാടകവും ഒക്കെ തന്നെ സാമൂഹ്യ ജീവിതത്തെ, അല്ലെങ്കിൽ തോപ്പിൽ ഭാസിയുടെ നാടകമൊക്കെ സാമൂഹ്യ ജീവിതത്തിലേക്കാണ് പോയത്. പക്ഷേ ശ്രീമന്ദിരം കെ പി നാടകം എഴുതിയത് വീട്ടിനുള്ളിലേക്കാണ്. ഇപ്പോൾ രാഘവൻപിള്ള എന്ന് പറയുന്ന കഥാപാത്രം ഒരു നാട്ടിൻപുറത്തുനിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ്. ഒരു ജീവിതത്തിന് വേണ്ടി, ഒരു മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി സ്വയം ജീവിതം സമർപ്പിക്കുകയും ആ സമർപ്പിക്കുന്ന ജീവിതത്തിന് കിട്ടേണ്ട പ്രതിഫലങ്ങൾ കിട്ടാതിരിക്കുകയും അതിൻ്റെ ആശങ്കകളും അതിൻ്റെ ഉത്കണ്ഠകളും പേറുന്ന ഒരാളായി മാറുകയും ചെയ്യുന്ന ഒന്നാണ് ആ കഥാപാത്രം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയും ഒരു വീടിൻ്റെ ഉള്ളിലേക്കാണ് കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നു അക്കാലഘട്ടത്ത് ഇപ്പോൾ ഇന്ത്യൻ സാമൂഹ്യ ജീവിതം തന്നെ ആലോചിക്കുക. 1960-കളാകുമ്പോഴേക്കും ഇന്ത്യൻ ജീവിതം തന്നെ ഇന്ത്യൻ ജീവിതത്തിൻ്റെ മൂല്യവ്യവസ്ഥകൾ തകരുന്നു, സാമ്പത്തിക അവസ്ഥകൾ തകരുന്നു, സാമ്പത്തികമായ മാറ്റങ്ങളുണ്ടാകുന്നു, നെഹ്റുവിയൻ സങ്കല്പങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാകുന്നു, സോഷ്യലിസ്റ്റിന് മാറ്റങ്ങളുണ്ടാകുന്നു. ഇതൊക്കെ കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ പ്രതിഫലിച്ചിരുന്നു. ഈ പ്രതിഫലനങ്ങളൊക്കെ തന്നെ കുടുംബത്തിൽ പ്രതിഫലിച്ചിരുന്നു. ആ കുടുംബത്തിന് ആ മൂല്യവ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ അത് ഈ നാടകത്തിലുണ്ട്. മൂല്യം എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ, വീട്ടിനുള്ളിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഒരു മൂല്യം എങ്ങനെ തകരുകയും ആ മൂല്യം തകരുന്നത് എങ്ങനെ വ്യക്തികളെ ബാധിക്കുകയും ചെയ്തു എന്ന് ഈ നാടകത്തിലുണ്ട്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, അഭ്യസ്തവിദ്യരായ ആളുകൾ എങ്ങനെ തൊഴിലില്ലായ്മയെ നേരിട്ടു എന്നതിൻ്റെ ചരിത്രം ഈ നാടകത്തിലുണ്ട്. അതുപോലെ പട്ടിണിയും ദാരിദ്ര്യവും എങ്ങനെ അഭിമുഖീകരിക്കാം, അഭിസംബോധന ചെയ്യാം എന്നുള്ള ഈ നാടകത്തിലുണ്ട്. അങ്ങനെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനുള്ളിൽ നിന്നുകൊണ്ടും വീട്ടിനുള്ളിലേക്ക്, വീടിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രീമന്ദിരം കെ പി നടത്തിയത്. അതുകൊണ്ടാണ് ഈ നാടകങ്ങൾക്ക് ഇത്രമാത്രം സവിശേഷത അല്ലെങ്കിൽ ഇത്രമാത്രം ഓർമ്മ നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ വലിയ വെള്ളപ്പാച്ചിലിൽ, ഈ ഇത്രയും പ്രഗത്ഭരായ ഈ നാടകകൃത്തുക്കളുടെ ഈ മലവെള്ളപ്പാച്ചിലിൽ, ഈ കുത്തൊഴുക്കിൽ അദ്ദേഹം ഒഴുകിപ്പോകേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം പിടിച്ചു നിന്ന് ഈ വീടിനുള്ളിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിലേക്ക് അദ്ദേഹം നിരന്തരം കടന്നു പോവുകയും അവിടുത്തെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പലപ്പോഴും നമ്മുടെ നാടകങ്ങൾ അരങ്ങിൽ അവതരിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷേ ശ്രീമന്ദിരം കെ പിയുടെ നാടകങ്ങൾ അരങ്ങിൽ അവതരിപ്പിക്കാൻ മാത്രമല്ല, വായിക്കാനും അതിന് വളരെ താല്പര്യമുള്ള ഒരു സാഹിത്യ ടെക്സ്റ്റ് എന്ന നിലയ്ക്ക്. ഇപ്പോൾ CN ശ്രീകണ്ഠൻ നായരുടെ നാടകങ്ങളുടെ ഒരു സവിശേഷത അത് സദസ്സിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഒരു ടെക്സ്റ്റ് എന്ന നിലയ്ക്ക് വായിക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ CJയുടെ നാടകങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നതും ടെക്സ്റ്റ് എന്ന നിലയ്ക്ക് വായിക്കാൻ കഴിയുന്നതുമാണ്. അതേപോലെ രംഗത്ത് അവതരിപ്പിക്കാൻ കഴിയുകയും ഒരു ടെക്സ്റ്റ് എന്ന നിലയിൽ വായിച്ച് ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒന്നാണ് ശ്രീമന്ദിരം കെ പിയുടെ ഈ നാടകം. അതുകൊണ്ട് തന്നെയാണ് ഈ നാടകം ഇപ്പോൾ വീണ്ടും അവതരിപ്പിക്കുമ്പോൾ പോലും അതിന് ഒരു പ്രസക്തിയുള്ളത്. ആ പ്രസക്തിയാണ് വീണ്ടും ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ശ്രീമന്ദിരം കെ പി അനുസ്മരണത്തിനായി ഡോക്ടർ ഏഴുമറ്റൂർ രാജരാജവർമ്മയെ ക്ഷണിക്കുന്നു. യശശരീരനായ ശ്രീമന്ദിരം കെ പി സാറിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സുഖമില്ലാതെ കിടക്കുകയാണ്. വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ ശ്രീ പ്രദീപ് പനങ്ങാട്, എൻ്റെ പ്രിയ മിത്രങ്ങളായ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, അനന്തപുരം രവി, രാധാകൃഷ്ണൻ, രാജു കൃഷ്ണൻ, ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും, രാജലക്ഷ്മിയും ജയശ്രീയും ഹരികൃഷ്ണനും എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും, ഈ സദസ്സിലുള്ള പ്രിയ സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്ദിരം കെ പി സാറുമായി ദീർഘകാലം വളരെ അടുത്ത ബന്ധം പുലർത്താൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. കൃഷ്ണപിള്ള സാറിനെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ്
ശ്രീമന്ദിരം കെ പി സാറ്, എം കെ ജോസഫ് സാറിൻ്റെ സഹപ്രവർത്തകനായിരുന്നു ശ്രീമന്ദിരം കെ പി സാറ്. ഇവിടെ ഇരിക്കുന്ന ഈ മൺമറഞ്ഞ സാരഥികളെല്ലാം ശ്രീമന്ദിരത്തിൻ്റെ പ്രിയ സുഹൃത്തുക്കളായിരുന്നു. കൃഷ്ണപിള്ള സാറുമായും ശൂരനാട് കുഞ്ഞമ്പിള്ള സാറുമായും ഒക്കെയുള്ള അടുപ്പത്തിലൂടെ 75-ൽ തിരുവനന്തപുരത്തുണ്ടായിരുന്ന മഹാരഥന്മാരുമായൊക്കെ സൗഹൃദം പുലർത്താനും അവരുടെയൊക്കെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനും കിട്ടിയ ഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം. ശ്രീമന്ദിരം കെ പി സാറ് അധ്യാപകനായിരുന്നു, നാടകകൃത്തായിരുന്നു, നടനായിരുന്നു, ഗാനരചയിതാവായിരുന്നു, സർവീസ് കാര്യങ്ങളിലെ എതിരില്ലാത്ത ഉപദേഷ്ടാവായിരുന്നു. സർക്കാർ സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റുമായിരുന്നു. അങ്ങനെ ഒരേ ഒരാളെ മലയാളത്തിലുള്ളൂ, അത് ശ്രീമന്ദിരം കെ പി സാറാണ്. ജോലി കിട്ടിയ ശേഷമാണ് അദ്ദേഹം അത് അവധിയെടുത്ത് പഠിക്കാൻ പോകുന്നത്. അന്നേ യൂണിയൻ ചെയർമാനും ഒക്കെ ആയിക്കഴിഞ്ഞു. 1960-ലാണ്, ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞു, ചെങ്ങന്നൂരെ മംഗള ആർട്സ് ക്ലബിന് വേണ്ടി ഈ ഓണമുണ്ടും ഓടക്കുഴലും എഴുതുന്നത്. 61-ലത് അവതരിപ്പിച്ചപ്പോൾ സാറും അഭിനയിച്ചു. മധ്യ തിരുവിതാംകൂറിലെ സാധാരണ ജനങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ എല്ലാം സാറ് ഒപ്പിയെടുത്തിട്ടുണ്ട് ആ നാടകങ്ങളിലൊക്കെ. നാടകത്തെ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന നാടകത്തെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല. സാറുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി, സാറിൽ നിന്ന് കിട്ടിയ സ്നേഹവാത്സല്യങ്ങളെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. കൃഷ്ണപിള്ള സാറിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. സാറിനെപ്പറ്റി എപ്പോഴും കൃഷ്ണപിള്ള സാറിനെപ്പറ്റി ആരാധനാഭാവത്തോടുകൂടി നിറഞ്ഞ മനസ്സോടെയാണ് ഓരോ വാക്യവും സാറ് പറയുക. എം കെ ജോസഫ് സാറിൻ്റെ കീഴുദ്യോഗസ്ഥനായിരുന്നു താൻ എന്ന് ശ്രീമന്ദിരം കെ പി സാറ് പറയുമ്പോൾ ജോസഫ് സാറ് പറയുക അദ്ദേഹം എൻ്റെ സഹപ്രവർത്തകനാണ് എന്നാണ്. അവധി കഴിഞ്ഞ് തിരിച്ച് 68-ൽ ജോസഫ് സാറും ശ്രീമന്ദിരം സാറും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, തിരിച്ചു വരുമ്പോൾ ചെന്ന് കാണാൻ മടിച്ചു ജോസഫ് സാറിനെ. എന്നിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ജീവനക്കാര്യം നോക്കുന്ന ഒരു വിഭാഗത്തിൽ കൂടിക്കിടക്കുന്ന ഫയലുകളുടെ ഇടയിലേക്കാണ് ശ്രീമന്ദിരത്തിനെ നിയമിച്ചത്. 15-ലേറെ വർഷം പഴക്കമുള്ള ഒരു വലിയ ഫയൽ പഠിച്ച് വിശദമായ കുറിപ്പ് തയ്യാറാക്കി ശ്രീമന്ദിരം ഫയൽ മുകളിലേക്ക് അയച്ചു. ജോസഫ് സാറ് അതിനകത്ത് ഉത്തരവിട്ടിട്ട് എഴുതിയത്, ഇത്രയും വിശദമായി ഈ ഫയൽ എഴുതാൻ മറ്റൊരാൾ ഈ സർവീസിൽ ഇല്ല എന്നാണ്. എന്നിട്ട് വിളിപ്പിച്ചിട്ട് അന്ന് കെസ്ക നാടക സംഘം ഉണ്ടാക്കി ജോസഫ് സാറ്. 65-ൽ ഗതാഗത വകുപ്പ് KSRTC ആക്കി മാറ്റി ഇതൊന്ന് നന്നാക്കിയെടുക്കണമെന്നും പറഞ്ഞ് ജോസഫ് സാറിനെ MD ആയി നിയമിച്ചിരിക്കുന്ന കാലം. അന്ന് സർവീസ് കാര്യങ്ങൾ മാത്രമല്ല, കളിക്കാരെ സാറ് എടുത്തു, കലാകാരന്മാരെ എടുത്തു. PR ചന്ദ്രനെയും G കൃഷ്ണൻ നായരെയും MC ചെറിയാനെയും ഒക്കെ നാടകരംഗത്ത് വളർത്തിയത് ജോസഫ് സാറാണ്.
അവിടേക്കാണ് തിരിച്ച് ശ്രീമന്ദിരം കെ പിയും വന്നു ചേർന്നത്. ഇവരെ 4 പേരെയും കൂടി വിളിച്ച് നമുക്ക് ജി വിവേകാനന്ദനെ കൂടെ, ഇവിടെയുണ്ട് അദ്ദേഹവും, ആ ജി വിവേകാനന്ദനെ കൂടെ കൂട്ടി ട്രാൻസ്പോർട്ട് റിവ്യൂവിന് ഉപദേശക സമിതി ഉണ്ടാക്കി, മാസിക. അത് ശ്രീമന്ദിരം കെ പി സാറായിരുന്നു അതിൻ്റെ പ്രധാന ജോലികൾ മുഴുവൻ ചെയ്തത്. അങ്ങനെ ആ KSRTCയെ മെച്ചപ്പെടുത്തുന്നതിൽ, ജീവനക്കാരുടെ വിശ്വാസം ആർജിക്കുന്നതിൽ ജോസഫ് സാറിന് വലങ്കയ്യായി നിന്നത് ശ്രീമന്ദിരം കെ പി സാറാണ്. അത് കഴിഞ്ഞ് സാറ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് SPCSലെത്തി, സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും ഒക്കെയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എഴുത്തുകാരെ, പുതിയ എഴുത്തുകാരെ കണ്ടെത്തുന്നതിൽ സാർ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. പഴയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല, പുതിയ എഴുത്തുകാരെ കണ്ടെത്തി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ശ്രീമന്ദിരം കെ പി സാർ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. 80 മുതലാണ് ഞങ്ങൾ സാറിനെ അറിയുന്നത്. 98 ഞാൻ സെക്രട്ടേറിയറ്റിൽ ഔദ്യോഗിക ഭാഷാ വകുപ്പിൽ ഭാഷാവിദഗ്ധനായി ഭരണഭാഷയുടെ ചുമതലയുമായിട്ട് എൻസൈക്ലോപീഡിയയിൽ നിന്ന് അങ്ങോട്ട് മാറുന്നു. ഞാൻ ആദ്യം ബന്ധപ്പെട്ടത് ശ്രീമന്ദിരം കെ പി സാറിനെയാണ്. സർവീസ് കാര്യങ്ങളിൽ അപ്പീലില്ല സാറ് പറഞ്ഞാൽ പിന്നെ എനിക്കൊരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരു 7 കാര്യങ്ങൾ ചെയ്യാൻ അടിയന്തിരമായി ചെയ്യേണ്ടതുണ്ടെന്നും പറഞ്ഞ് ഫയലെഴുതി അനുവാദം വാങ്ങി ഞാൻ. അതിലൊന്നാമത്തേത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മലയാളം എഴുതാൻ പരിശീലനം നൽകണം. കാരണം ആ ഫയലിലെ മലയാളം അത്ര മോശമായിരുന്നു. ഉദാഹരണമൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ മലയാളം നന്നായി കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം നൽകണം. ശ്രീമന്ദിരം കെ പി സാറ് VK നാരായണന്, വട്ടപ്പറമ്പിൽ ഗോപിനാഥപിള്ള തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടു. പ്രബോധേന്ദ്രൻ നായർ സാറ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും IMGയിൽ ഔദ്യോഗിക ഭാഷാ പരിശീലന പരിപാടി തുടങ്ങാനുള്ള ഒരു ശില്പശാല നടത്തി അതിൽ ക്ലാസ്സുകൾ എടുക്കേണ്ടവരുടെ ആരൊക്കെയെന്ന് നിശ്ചയിക്കുകയും ഒരു 3 മാസത്തിനകം ക്ലാസ്സുകൾ തുടങ്ങുകയും ചെയ്തു. അവസാനത്തെ കാലത്ത് വയ്യാതാകുന്നത് വരെയും സാർ ആ ക്ലാസ്സുകളിൽ ഒന്നും മുടങ്ങാതെ സാർ ക്ലാസ് എടുത്തു. സാറിൻ്റെ ക്ലാസ്സുകളെപ്പറ്റി വളരെ ആവേശത്തോടു കൂടിയാണ്, ആരാധനയോടുകൂടിയാണ് ഉദ്യോഗസ്ഥർ എന്നും സ്മരിക്കുക. സാറിൻ്റെ ആ പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ, ഇവിടെ പറഞ്ഞ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വ്യവസ്ഥകൾ എന്ന പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ വകുപ്പ് തല പരീക്ഷകൾ എഴുതാൻ ഉദ്യോഗസ്ഥർ വിഷമിച്ചേനെ. അവരെല്ലാം ആ നന്ദിയോടുകൂടിയാണ് സാറിനെ സ്മരിക്കുന്നത്. ഒരു വേള എനിക്ക് തോന്നുന്നു സർഗാത്മകമായിട്ടുള്ള ശേഷി എത്രയോ ഈ 4 നാടകങ്ങളിലൂടെ, ഗാനങ്ങളിലൂടെ, കവിതകളിലൂടെയൊക്കെ തെളിയിച്ചു കഴിഞ്ഞിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ സർക്കാർ ജീവനക്കാരുടെ ധർമ്മസങ്കടങ്ങൾക്ക് അറുതി കാണണം, അതിനുവേണ്ടി അദ്ദേഹം ശിഷ്ടജീവിതം മാറ്റിവെക്കുകയായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ സംഭാവന. ഭരണഭാഷാ പദകോശങ്ങൾ വകുപ്പ് തലത്തിൽ നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചു. ആദ്യം ബന്ധപ്പെടുന്നത് ശ്രീമന്ദിര സാറിനെയാണ്. സാറ് ഈ സേവന വ്യവസ്ഥകൾ എന്ന് പറഞ്ഞ നിയമങ്ങൾ പരിഭാഷപ്പെടുത്തി എന്ന് മാത്രമേ അധികം ആളുകൾക്കും അറിയത്തുള്ളൂ. മലയാളത്തിന്
പ്രത്യേകിച്ചും ഭരണരംഗത്ത് എത്രയേറെ പദങ്ങളാണ് സാറ് സംഭാവന ചെയ്തത്. ഇതൊന്നും സാറ് ചെയ്തു എന്നുള്ള ഭാവം സാറിനില്ലായിരുന്നു. ജ്ഞാനവൃദ്ധനായിരുന്നു, വിനയസമ്പന്നനായിരുന്നു. ആരോട് സംസാരിക്കുമ്പോഴും സാർ അവരിൽ ചെറുതായിട്ട് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഈ പുസ്തകത്തിൽ ഉടനീളം കാണുന്ന പദങ്ങൾ, സേവനവിലക്ക്, ഇടക്കാല, ഇതെല്ലാം ആയിരക്കണക്കിന് പദങ്ങൾ സാറ് മലയാളത്തിന് ഈ ഭരണരംഗത്തേക്ക് സംഭാവന ചെയ്തു. 2012 ഓഗസ്റ്റിൽ അവസാനം ഇറങ്ങിയ പതിപ്പിൽ അവസാനം അത് ചേർത്തു. അതെൻ്റെ നിർബന്ധം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, സാർ എന്തുമാത്രം പദങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തു, ആരെങ്കിലും ഓർമ്മിക്കുമോ ഇത്? അല്ലേ, അതെന്തിനാ ഓർമ്മിക്കുന്നത്? ഇത് ഈ പുസ്തകം ഉണ്ടല്ലോ, അതുപോലെ. ഞാൻ പറഞ്ഞു പോരാ, സാറ് അക്ഷരമാലാക്രമത്തിൽ സാറ് കൊണ്ടുവന്ന പദങ്ങൾ, ഉപയോഗിച്ച പദങ്ങൾ, ഈ പുസ്തകത്തിൽ ഉപയോഗിച്ച പദങ്ങളൊക്കെ ഈ പുസ്തകത്തിൻ്റെ അവസാനം ചേർക്കണം എന്ന് ഞാൻ നിർബന്ധിച്ചു. സാറ് തയ്യാറാക്കി കൊണ്ടുവന്നു. പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിയാട്ടെ. സാറിൻ്റെ ആ സംസാരമാണ്. ഇപ്പോൾ രാജകൃഷ്ണൻ്റെ സ്വാഗതം കേട്ടപ്പോൾ അതേ ശബ്ദം ഞാൻ കേട്ടു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഓരോ പദമായി മുഴുവൻ വായിച്ച ശേഷമാണ് സാർ അവിടെ നിന്ന് പോകുന്നത്. എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ആഴ്ച തോറും 3 അല്ലെങ്കിൽ 4 ദിവസം സെക്രട്ടേറിയറ്റിൽ ഞാൻ ഇരിക്കുന്ന മുറി വരും. ഒരു 4 മണി കഴിയുമ്പോൾ സാറ് വരും. കുറച്ചു നേരം വായിക്ക് രുചിയായി വർത്തമാനം പറയാമല്ലോ എന്ന് പറഞ്ഞാണ് വരുന്നത്. കുറേ നേരം അവിടെ ഇരുന്ന് ദോഷരഹിതമായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഒക്കെ പറയും. സാറ് പറയും. ഓരോരുത്തരെടുക്കുമ്പോൾ പുതിയ ചില ഉദ്യോഗസ്ഥരുണ്ടല്ലോ, സാറിനെ അറിയാൻ മേലാത്ത ആളുകളുടെ അടുക്കൽ ചെന്ന് വെച്ച് ശ്രീമന്ദിരം KP എന്ന് പറഞ്ഞാൽ പോലും അറിയാൻ മേലാത്ത ആളുകളുണ്ടായിരുന്നു. ആ ജോലിയുടെ ഗമയിലിരിക്കുമ്പോൾ ചെന്ന് കയറുന്നത് തന്നെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടായിരുന്നു. അവരെ പറ്റിയൊക്കെ സാറ് പറയും. അവർക്കെന്തറിയാം, സാരമില്ല, പോട്ടെ, ഞാൻ കുറേ നേരം വെളിയിൽ കാത്തിരുന്നു എന്ന് സാറ് പറയും. അറിയാവുന്നവർ എഴുന്നേറ്റ് നിന്ന് ഏത് തലത്തിലിരിക്കുന്നവരും സാറിനെ സ്വീകരിക്കുകയുള്ളായിരുന്നു. അത്രമാത്രം വിനയസമ്പന്നൻ, അറിവുള്ളവൻ, അതായിരുന്നു ശ്രീമന്ദിരം KP സാർ. കാലം എത്ര കഴിഞ്ഞാലും ആ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സേവന വ്യവസ്ഥകൾ എന്ന പുസ്തകം വായിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും ഈ മനുഷ്യൻ കൃതികളെക്കാളെല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണല്ലോ എന്നോർത്ത് നമ്മുടെ ശിരസ്കരാവും. 2002 എൻ്റെ അമ്മയുടെ അമ്മൂമ്മ 100-ാം പിറന്നാൾ. അമ്മൂമ്മയുടെ 100-ാം പിറന്നാൾ നാട്ടിലൊരു വലിയ ഉത്സവമായിരുന്നു. ജോസഫ് സാറും ചെമ്മനം ചാക്കോ സാറും ഇവിടെ ഇരിക്കുന്ന പലരും ഉണ്ടായിരുന്നു. ശ്രീമന്ദിര സാറ് വന്നത് സഹധർമ്മിണിയോടൊപ്പമാണ്. എല്ലാവരും പോയ ശേഷമാണ് അവർ പോയത്. അന്ന് സാറ് മധ്യ തിരുവിതാംകൂറിലെ, വിശേഷിച്ചും പമ്പയാറിനും മണിമലയാറിനും ഇടയ്ക്കുള്ള കലാസാംസ്കാരിക പാരമ്പര്യത്തെപ്പറ്റി സാറ് സംസാരിച്ചു. മനോഹരമായി സാറ് സംസാരിച്ചു. സാറിൻ്റെ ശബ്ദം കേൾക്കാനും സാറിൻ്റെ പ്രഭാഷണങ്ങളിലെ പുതിയ വിവരങ്ങൾ അറിയാനും ഒക്കെ നമുക്ക് കൗതുകമാണ്. സാർ എന്തും പഠിച്ചേ സാറ് പറയാറുള്ളൂ. അങ്ങനെ സാറ് പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. ഞാൻ ആ സങ്കടം തീർത്തത് സാറിൻ്റെ മൂത്ത മകൻ രാധാകൃഷ്ണനെ ഫൗണ്ടേഷനിലേക്ക് അംഗമാകാൻ ക്ഷണിച്ചുകൊണ്ടാണ്. രാധാകൃഷ്ണൻ ഇന്ന് ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാനാണ്. അനന്തപുരം രവിയും വൈസ് ചെയർമാനാണ്. ഇവരുടെയൊക്കെ ഒരു ചേർച്ചയാണ് ഈ ഫൗണ്ടേഷൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ഇരിക്കട്ടെ, ഞാൻ ഒരുപാട് ഓർമ്മകളുണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞ് തീർക്കുന്നില്ല. മധ്യ തിരുവിതാംകൂറിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ജനങ്ങളിലെ സംഭാഷണമാണ്. അത് മനസ്സിലാകണമെങ്കിൽ ആ ഭാഷ ശരിക്ക് പഠിച്ചെങ്കിലേ ആ പദങ്ങൾ പോലും മനസ്സിലാവുള്ളൂ.
ഞങ്ങളുടെ ഭാഷയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. മാധുപിള്ളയും രാഘവൻ പിള്ളയും തങ്കമ്മയും പൊന്നമ്മയും അവറാച്ചനും സൂസിയും വാസുപിള്ളയും ഒക്കെ പറയുന്ന ഭാഷണം നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. പൊങ്ങച്ചം, ഇല്ലായ്മയിലുമുള്ള ധാരാളിത്തം, ആഭിജാത്യം കാണിക്കാനുള്ള വെമ്പൽ, ചുമ്മാ ചമ്മാളിച്ച് നടക്കുന്ന ഒരു തലമുറ, യാതൊരു പണിയില്ലാതെ ഇത്തിൽക്കണ്ണികളായി ജീവിക്കുന്ന കുറേ പേർ, കാളയെപ്പോലെ പണിയെടുക്കാൻ കൂട്ടുകുടുംബത്തിൽ ഒരാളല്ലെങ്കിൽ 2 പേർ, ബാക്കിയെല്ലാം ഇത്തിൽക്കണ്ണികളാണ്. ഇതൊക്കെ സാറ് നേരിൽ കണ്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഓണമുണ്ടലും ഓടക്കുഴലും എന്ന നാടകത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതേപോലെയാണ് കാലന് കണക്ക് തെറ്റി എന്നുള്ള നാടകവും. ഈ പൊങ്ങച്ചവും പൊള്ളത്തരങ്ങളും ഒക്കെ തന്നെയാണ് അതിലും പറയുന്നത്. അതേപോലെ അടർക്കളം, ജീവിതം ഒരു അടർക്കളമാക്കി മാറ്റുന്ന ആളുകൾ, അതേപോലെ കിനാവള്ളികൾ, സ്വയം ഉണ്ടാക്കുന്ന കുരുക്കുകളിൽ, കൂനാങ്കുരുക്കുകളിൽ പെട്ടുഴലുന്ന ആളുകൾ. ഇതാണ് സാറിൻ്റെ പ്രമേയം. മധ്യ തിരുവിതാംകൂറിലെ ഞങ്ങളുടെ ഭാഗത്തെ ഭാഷയാണ് സാറിൻ്റെ ഭാഷ. അത്യന്തം ഗഹനമായിട്ടുള്ള വിഷയങ്ങളല്ല എന്ന് തോന്നും. പക്ഷേ കൃഷ്ണപിള്ള സാറിൻ്റെ കന്യകയിലെ ദേവകിക്കുട്ടിയെപ്പോലെ ഇവിടെ നമുക്ക് സൂസിയെ കാണാൻ പറ്റും. കറവ പശുവിനെ പോലെ വീട്ടുകാർ കരുതുന്ന ഒരു പറ്റം ആളുകൾ, പെണ്ണുങ്ങൾ, അതൊക്കെ നമുക്ക് കാണാൻ പോകുന്നു. എനിക്കൊരുപാട് ഓർമ്മകളുണ്ട്. സാറിൻ്റെ നാടകങ്ങൾ സമ്പൂർണ്ണമായി ഇറക്കണം എന്ന് സാറിനോട് പറഞ്ഞു തുടങ്ങിയ ഞാൻ. അവസാനം രാധാകൃഷ്ണനും രാജകൃഷ്ണനും കൂടെ 2016 മെയ് 7 അത് പ്രകാശിപ്പിക്കുമ്പോൾ ശശിഭൂഷണിൽ നിന്നാണ് ഞാൻ ആ നാടകങ്ങളുടെ സമാഹാരം ഏറ്റുവാങ്ങിയത്. ശശിഭൂഷൺ, എനിക്ക് രാധാകൃഷ്ണൻ MG. നാക്ക് പിഴയ്ക്കും, സാരമില്ല. അതേപോലെ മറ്റൊരു സന്തോഷകരമായ കാര്യം, രാജീവ് കൃഷ്ണൻ അച്ഛൻ്റെ ദൗത്യം തുടർന്ന് നടത്തുന്നു എന്നതാണ്. അച്ഛൻ നിർത്തിയിടത്ത് നിന്ന് അതേപോലെ ദൈനംദിനം ഇറങ്ങുന്ന സർക്കാർ ഉത്തരവുകൾ മുഴുവൻ ശേഖരിച്ച് പഠിച്ച് കൂട്ടിച്ചേർത്ത് നേരത്തെയുള്ള പുസ്തകത്തിൻ്റെ ഇരട്ടി വലിപ്പമായി ഏറ്റവും ഒടുവിലിറങ്ങിയ പുസ്തകം സാർ ഓരോ പതിപ്പിറങ്ങുമ്പോഴും എനിക്ക് കൊണ്ടുത്തരുമായിരുന്നു. ഓരോ പതിപ്പ്, അതിനകത്തെ വാക്യം കണ്ടാൽ സാർ ഇങ്ങനെ ചെറുതായല്ലോ എന്ന് നോക്കി ഞാൻ എഴുന്നേറ്റ് നിന്ന് തൊഴും. അത്രമാത്രം ഒരു സ്നേഹം, വാത്സല്യം ഒക്കെ തന്ന ആളാണ്. സാറിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി ശ്രീ അനന്തപുരം രവി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പ്രദീപ് പനങ്ങാട്, ഇവിടെ ഉദ്ഘാടകനായിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, ഇവിടെ അനുസ്മരണ പ്രസംഗം നടത്തിയ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായ ശ്രീ എഴുമറ്റൂർ രാജരാജവർമ്മ അവരുകളെ, പ്രിയ സുഹൃത്ത് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, എന്നോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുന്ന രാധാകൃഷ്ണൻ സാർ, പിന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രമുഖരും പ്രശസ്തരും ബഹുമാന്യരുമായ സുഹൃത്തുക്കളെ, എല്ലാ പേർക്കും എൻ്റെ നമസ്കാരം. ഒരു പ്രമുഖ നാടകകൃത്തിൻ്റെ അനുസ്മരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് വേറെയും ചില പ്രത്യേകതകളുണ്ട്. ഇന്ന് ഒക്ടോബർ 2.
നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം. മറ്റൊരു പ്രാമുഖ്യം കൂടിയുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണദിനമാണ്, ചരമദിനം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ കൂടിയുള്ള ദിവസമാണിന്ന്. അതുകൊണ്ട് ശ്രീമംഗലം KP-യുടെ ഓർമ്മദിനം നമുക്ക് എന്നും ഓർക്കാൻ കഴിയുന്ന പ്രത്യേകതകളുള്ള ഒരു ദിവസം കൂടിയാണ്. ഈ ശ്രീമംഗലം KP സാറിന് കഴിഞ്ഞ 55 വർഷമായി നാടകരംഗത്ത് നിൽക്കുന്ന എനിക്ക് ഇന്നുവരെ ഒരു പരിചയവും ഇല്ലായിരുന്നു. നടനും നാടകർത്തും സംവിധായകനും ഒക്കെ ആയി ഞാൻ വളരെ കാലമായി പ്രവർത്തിക്കും. ഇതാദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാടകം എൻ്റെ മുമ്പിൽ വരുന്നതും ഞാനത് സംവിധാനം ചെയ്യാൻ ഏൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ നാടകത്തിൽ അഭിനയിക്കണമെന്ന് എനിക്ക് വളരെ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ ആത്യന്തികമായി ഒരു നടനാണ്. പക്ഷേ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഞാൻ ഇവിടെ ഈ തിരുവനന്തപുരത്ത് 4 വ്യത്യസ്ത നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും 2 അഭിനയിക്കുകയും ചെയ്തു. അപ്പം ഇനി ഇതും കൂടെ ഏറ്റെടുത്താൽ ചിലപ്പം ഓർമ്മ നിൽക്കുമോ, ഡയലോഗ് തെറ്റിപ്പോവോ, മറന്നു പോകുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ട് ഞാൻ ആ ദൗത്യം അങ്ങ് വിട്ടു. ഈ നാടകം 61 എഴുതിയതാണ്. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതികൾ വളരെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന നാടകമാണ്. ആ വ്യവസ്ഥിതിക്ക് സത്യത്തിൽ ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ നാടകത്തിൽ സ്ത്രീധനമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഇന്ന് രാഷ്ട്രീയം പറയുന്നത് എങ്ങനെയാണ്? നാടകത്തിലൊക്കെ ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയുടെ പേര് പറഞ്ഞ് ഇൻക്ലാബ് സിന്ദാബാദ് കൊണ്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് രാഷ്ട്രീയം. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയം പറയുന്നത് പറയാതെ പറയുകയാണ്. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ജാതി ചിന്തയുണ്ട്, മതചിന്ത വരുന്നുണ്ട്. അതൊക്കെ ഇന്നും പ്രസക്തമാണ് ആ നാടകത്തിൽ. അന്ന് എത്ര നേരം വേണമെങ്കിലും ആളുകൾ നാടകം കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇവിടെ ഓഡിറ്റോറിയത്തിൽ കണ്ടാൽ അറിയാം, ഒരു 8-8:30 വരെയൊക്കെ കരഞ്ഞു പിടിച്ചൊക്കെ ഇരിക്കും. 8:30 ഓരോ സൈഡിൽ നിന്നായിട്ട് ആളുകൾ പോയി തുടങ്ങും. അപ്പം നാടകത്തിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു വരികയാണ്. ഈ നാടകം സത്യത്തിൽ ഏതാണ്ടൊരു 3 മണിക്കൂറോളം ഉള്ളതാണ്. 13 രംഗങ്ങളും 10 കഥാപാത്രങ്ങളും ഉണ്ട് ഇതിൽ. പക്ഷേ ഈ 13 രംഗങ്ങളിൽ 3 രംഗം ഞാൻ വിഴുങ്ങി, ബാക്കി 10 രംഗങ്ങളെ കാണിക്കുന്നുള്ളൂ. പക്ഷേ വിഴുങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരും, അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ലായിരുന്നു. അതിന് വേണ്ടുന്ന അതിൻ്റെ മൂലകഥയ്ക്കോ അതിൻ്റെ അവതരണത്തിനോ ഒന്നും കോട്ടം തട്ടാതെയാണ് അത് ചെയ്തിരിക്കുന്നത്. ആ നാടകം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഈ നാടകം അവതരിപ്പിക്കാൻ, സംവിധാനം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച KP സാറിൻ്റെ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് രാധാകൃഷ്ണൻ സാറിനെയും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ ഇവിടെ വാങ്ങുന്നു. അടുത്തതായി ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ. ശ്രീമന്ദിരം KP സാറിൻ്റെ 10ാം ചരമവാർഷികവും നാടക അവതരണ വേദിയുമാണിത്. ഈ വേദിയുടെ പ്രിയങ്കരനും ആദരണീയനുമായ അധ്യക്ഷൻ പ്രിയ സുഹൃത്ത് പ്രദീപ് പനങ്ങാട്, വളരെ ഔചിത്യപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ അവർകൾ, ശ്രീമന്ദിരം KP സാറിനെക്കുറിച്ച് വൈയക്തികമായും സാഹിത്യപരമായും നാടകീയമായും ഒക്കെ തന്നെ ഉള്ള കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ച, അനുസ്മരണം നടത്തിയ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവർകൾ, ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ച എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, നാടകകൃത്ത്, നാടക നടൻ, സംവിധായകൻ എന്നീ നിലകളിലും ഇവിടുത്തെ വൈസ് ചെയർമാൻ എന്ന നിലയിലൊക്കെ തന്നെ എനിക്ക് ഏറ്റവും സ്നേഹവും സൗഹാർദ്ദവുമുള്ള ശ്രീ അനന്തപുരൻ രവി അവർ,
അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വൈസ് ചെയർമാൻ എന്ന നിലയിലും ശ്രീമന്ദിരം സാറിൻ്റെ മകനായും എൻ്റെ ആദരണീയ സുഹൃത്തായും ഒക്കെ ഇവിടെയുള്ള എസ് രാധാകൃഷ്ണൻ അവർകൾ, സ്വാഗതം പറഞ്ഞ കെ പി സാറിൻ്റെ മകൻ ശ്രീ രാജുകൃഷ്ണൻ, ഹരികൃഷ്ണൻ, കെ പി സാറിൻ്റെ മരുമക്കൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, എഴുമറ്റൂർ സാർ പറഞ്ഞിടത്ത് നിന്ന് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. ഒരു നാടകകൃത്ത് എന്ന നിലയിൽ സർക്കാർ ജീവനക്കാരുടെ സേവന വ്യവസ്ഥകൾ വിലയിരുത്തി ആധികാരികമായിട്ട് സർക്കാർ രംഗത്ത് വിപ്ലവം എന്ന് തന്നെ മാറ്റം സൃഷ്ടിച്ച വലിയ മനസ്സിൻ്റെ, വിശാലമായ മനസ്സിൻ്റെ, സർക്കാരിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ അവതരിപ്പിച്ച മഹദ്ദേഹമായിരുന്നു ശ്രീമന്ദിരം കെ പി. എഴുമറ്റൂർ സാർ പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റിൻ്റെ ഔദ്യോഗിക ഭാഷാ വകുപ്പിൻ്റെ ആ നിലയിലേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ പടിക്കെട്ട് കയറി വന്ന് നോക്കുന്നത് തന്നെയാണ്. ഞാനന്ന് അവിടെ ഹയർ ഗ്രേഡ് സെക്ഷൻ ഓഫീസറായിട്ടിരിക്കുക. എന്നെ കണ്ടാൽ അവിടെ വന്ന് അടുത്തുള്ള ഒരു കസേര ഞാൻ ഇട്ടിട്ടുണ്ട് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി. ആ കസേരയിലിരുന്ന് കാര്യം പറഞ്ഞ് ഞാൻ എഴുമറ്റൂരിനെ കാണാൻ വന്നതാണ്, എഴുമറ്റൂരിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ട്, ഓണമുണ്ടും ഓടക്കുഴലും ഞാൻ ആദ്യമായി കാണുന്നത് തുണ്ടത്തിൽ മാധവവിലാസം ഹൈസ്കൂൾ, അന്ന് ഹൈസ്കൂളാണ്, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായി, ഞാൻ പഠിക്കുന്ന ഹൈസ്കൂളിൽ 1967 നവംബർ മാസത്തെ യൂത്ത് ഫെസ്റ്റിവലിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആ നാടകം അവതരിപ്പിച്ചു. 67 അങ്ങനെയാണ് ആ പേര് ഓണമുണ്ടും ഓടക്കുഴലും എൻ്റെ മനസ്സിൽ പറഞ്ഞ രാധാകൃഷ്ണൻ സാറിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ നാടകം ആദ്യമായി എഴുമറ്റൂർ സാറിൻ്റെ മുൻവശത്ത് രാധാകൃഷ്ണൻ സാർ എന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കെ പി സാറെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് നമുക്ക് ശ്രീമന്ദിരം കെ പി സാറിൻ്റെ ഓണമുണ്ടും ഓടക്കുഴലും അവതരിപ്പിക്കണം. അപ്പോൾ സാറ് എഴുമറ്റൂർ സാർ നമുക്ക് അവതരിപ്പിക്കാമല്ലോ. പക്ഷെ അന്ന് നമ്മൾ കൃഷ്ണപിള്ള സാറിൻ്റെ നാടകങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവം പറയാമെങ്കിൽ അനന്തപുരം രവി ചേട്ടനോട് പറഞ്ഞ പോലെ എനിക്ക് ആ നാടകം അവതരിപ്പിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അന്നത്തെ ആ സാഹചര്യങ്ങളും സാമ്പത്തികമായ അവസ്ഥയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ചേർന്ന് അത് അവതരിപ്പിക്കാൻ സാധിക്കത്തില്ല. ഇന്നേറെ സന്തോഷിക്കുന്നു. കാരണം അനന്തപുരം രവി ചേട്ടൻ ആ നാടകം നന്നായി റിഹേഴ്സൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വളരെ നന്നായി ഈ വേദിയിൽ അവതരിപ്പിക്കും എന്ന് നിങ്ങളോടൊപ്പം ഞാനും വിശ്വസിക്കുന്നു. 1955-60 കാലഘട്ടമാണ് പ്രൊഫസർ ജി ശങ്കരപിള്ള സാർ പറഞ്ഞിട്ടുണ്ട് നാടകത്തിൻ്റെ സുവർണ കാലഘട്ടം. 60, 50, 60. കാരണം പ്രമുഖരായ കേരളത്തിലെ നാടകകൃത്തുക്കൾ അവരുടേതായ ശ്രദ്ധേയമായ സൃഷ്ടികൾ അവതരിപ്പിച്ച ഒരു കാലഘട്ടം, എഴുതിയ കാലഘട്ടം. അങ്ങനെയുള്ള കാലത്ത് ശ്രീമന്ദിരം കെ പി സാർ ഈ നാടകം എഴുതിയ 60-ൽ. അതിനുശേഷം അടർക്കളമൊക്കെ ഒത്തിരി വേദികൾ അവതരിപ്പിച്ചു. കിനാവള്ളി, കാലന് കണക്ക് തെറ്റി. ഈ നാടകങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ യുവത്വത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന, നാടകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയപ്പെടുന്ന പേരുകൾ. പ്രൊഫസർ ജി ശങ്കരപിള്ള സാറിൻ്റെ അനിയൻ എൻ്റെ അധ്യാപകനായിരുന്നു ഡോക്ടർ ജി ഗംഗാധരൻ നായർ സാർ, അടുത്ത് മരിച്ചുപോയി. അദ്ദേഹം റിസർച്ച് ചെയ്ത ആ പുസ്തകത്തിൽ ഈ നാടകങ്ങളുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. നാടകം, മലയാള നാടകം 100 വർഷം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം PhD നേടിയ പുസ്തകമാണ്. ബഹുമാന്യായ രാധാകൃഷ്ണൻ സാറും സനൽ സാറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറയുന്നത് അധികമായി പോകുമെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും സൗഹൃദം മനസ്സിൽ സൂക്ഷിക്കുവാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ വിരളമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ.
ആ ഗുണം മക്കൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്. രാധാകൃഷ്ണൻ സാറിൻ്റെയും ഹരീഷൻ അവരുടെയും രാജകൃഷ്ണൻ്റെയൊക്കെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അത് ശ്രീമന്ദിരം KP സാർ പഠിപ്പിച്ചതാണ്, പാഠങ്ങളായിട്ട് നൽകിയതാണ്. ആ വ്യക്തിത്വങ്ങൾ സാറിൻ്റെ അന്തസ്സ്, മക്കൾ എല്ലാവരും അന്തസ്സ് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. രാജീവ് കൃഷ്ണൻ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ KP സാർ വരുന്നതേ തോളിലൊരു പരുക്കൻ ഖദർ ഷർട്ടൊക്കെ ഇട്ടിട്ട് തോളിലൊരു സഞ്ചിയൊക്കെ തൂക്കി സ്വർണ്ണ നിറത്തിലുള്ള ഒരു മനുഷ്യൻ കയറി വരുന്ന ആ പ്രതീതിയാണ് എനിക്ക് രാജകൃഷ്ണൻ സാറിനെ കാണുമ്പോൾ. കൃഷ്ണപ്പണിക്കർ സാർ എങ്ങനെ ഇരുന്നു അതുപോലെ എല്ലാവർക്കും ആ ഒരു മുഖശ്രീ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ദീർഘമായി സംസാരിക്കാനുള്ളൊരു വേദിയല്ല. നാടകം നമുക്ക് അവതരിപ്പിക്കാനുള്ള സമയവും കഴിഞ്ഞ് 15 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു. നാടകൃത്തുക്കളായ കാഞ്ഞിരമ്പാറ രവിയും പ്രഗത്ഭനായ അസീസ് സാറിൻ്റെ മകൻ രാജ അസീസും ഒക്കെ അയ്യർ സാറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവരൊക്കെ നാടകവുമായി അടുത്ത് ബന്ധപ്പെട്ടത്. പ്രദീപ് പനങ്ങാടാണ് നമുക്ക് അധ്യക്ഷനായി കിട്ടിയത്. അതും നമുക്കൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ശ്രീമന്ദിരം KP സാറിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ സമയക്കുറവ് മുഖേന അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ നന്ദി രേഖപ്പെടുത്താൻ S. രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, കാരണം സമയനിഷ്ഠ പാലിക്കുന്നതിൽ വളരെ കർക്കശക്കാരനായത് എൻ്റെ അച്ഛൻ. പിന്നെ ഞാൻ പ്രവർത്തിച്ച ഈ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി വർമ്മ സാറാണെങ്കിൽ ആ കാര്യത്തിൽ വളരെ കർക്കശനായ ആ ഒരു നല്ല മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞാനധികം എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് എത്തുകയാണ്. കാരണം അച്ഛനെക്കുറിച്ച് പലരും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. ആ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഒരളവ് വരെ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് മാത്രമാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം നിങ്ങളോട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് അധ്യക്ഷം വഹിക്കുന്ന ശ്രീ പ്രദീപ് പനങ്ങാടാണ്. അദ്ദേഹം എൻ്റെ ഒരു ഉത്തമ സുഹൃത്താണ്. ഞങ്ങളിപ്പോൾ അടുത്ത അയൽക്കാരുമാണ്. അപ്പോൾ ചെങ്ങന്നൂരിനടുത്താണ് പനങ്ങാടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും അദ്ദേഹം നമ്മുടെ അയൽവാസിയാണെന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ കാര്യം നിർദ്ദേശിച്ചത് നമ്മുടെ വർമ്മ സാറാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് നമ്പറും തിരക്കുണ്ടായി. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് ഒറ്റയ്ക്ക് പോയി കാണാൻ ഒരു വൈക്ലഭ്യം ഉണ്ടാണ്. ഇപ്പോൾ ഒരു പരിചയപ്പെടുത്താൻ മാത്രമുള്ള വ്യക്തിത്വം എന്നുള്ള ആളല്ല ഞാനെന്ന് എനിക്കൊരു ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ പ്രദീപ് പനങ്ങാടിനോട് ഞാൻ എൻ്റെ അയൽവാസി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അതിനുവേണ്ടി ശരിക്കും അദ്ദേഹമാണ് പല പ്രാവശ്യം അടൂർ സാറിനെ വിളിക്കുകയും അതിനുള്ള പുള്ളിക്ക് വിളിക്കുന്ന സമയത്ത് പുള്ളിക്ക് ശരിക്കും സുഖമില്ലാതെ പുള്ളി 2 ദിവസം ഒരു ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എടുക്കാൻ പോലില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെ വിളിച്ചാണ് പ്രദീപ് അദ്ദേഹം തിരിച്ചു വരുന്ന ദിവസം അത് കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചു. ഞങ്ങളൊരു സമയം പോവുകയുണ്ടായി. അന്നേരം ഞങ്ങൾക്ക് സംശയം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഇങ്ങനെ മാറിയും മറിഞ്ഞിരിക്കുന്ന ഒരു അവസരമായിരുന്നു. എങ്കിലും ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥനയും നമ്മുടെ വർമ്മ സാറും പ്രദീപ് പനങ്ങാട് എല്ലാവരുടെയും നല്ല മനസ്സുകളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും അദ്ദേഹം ഇന്ന് ഈ പ്രതികൂല കാലാവസ്ഥയിൽ അദ്ദേഹം ഇവിടെ വന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് അഗൈതവുമായ നന്ദി ഞാൻ ഈ ഞങ്ങളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ അർപ്പിക്കുകയാണ്. കാരണം അടൂർ സാറിൻ്റെ കാര്യം പറയുമ്പോൾ അടൂർ സാർ തന്നെ പറയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അച്ഛൻ്റെ ശരിയായി പറഞ്ഞ പോലെ പന്തളം കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി കൂടെയായിരുന്നു എൻ്റെ അച്ഛൻ. അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ സാർ ചെങ്ങന്നൂർ രാമപിള്ള ആശാനെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി എടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ചെങ്ങന്നൂർ അമ്പലത്തിലാണത് അതിൻ്റെ ഷൂട്ടിംഗ് ഒരു നല്ല ഭാഗം നടന്നത്. അപ്പോൾ അതൊക്കെ ആ കാര്യമൊക്കെ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യമൊക്കെ വീണ്ടും ഇന്ന് ഓർക്കാൻ ഒരു അവസരം കൊണ്ടുണ്ടായി. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഞാൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അസാന്നിധ്യത്തിൽ പോയി അദ്ദേഹത്തിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. പിന്നെ പ്രദീപിനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് നന്ദി ഞാൻ നേരത്തെ രേഖപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ വർമ്മ സാറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറുമായിട്ട് 80-82 കാലം തൊട്ടാണ് സാറിനെ പരിചയപ്പെടുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് 79-ലാണ് വന്നത്. ഞങ്ങൾ 86 ഞാനൊരു കാഞ്ഞിരമ്പാറ ഒരു വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അന്ന് ബാലയന സഖ്യം എന്ന് പറഞ്ഞാൽ മനോരമയുടെ ബാലയന സഖ്യം വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചൊരു ബാലയന സഖ്യത്തിൻ്റെ ഒരു ഉപദേശകൻ എന്നുള്ള നിലയിൽ ഞാൻ അന്ന് പ്രവർത്തിച്ചിരുന്നു. അന്ന് വളരെയധികം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഞാൻ അതിനുള്ള ആശയങ്ങൾ അവർക്ക് കൊടുക്കുക, അവരെ നന്നായിട്ട് രീതിയിൽ അത് അവതരിപ്പിക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുള്ളത് സാറിൻ്റെ ആ ഒരു ഞങ്ങളൊരു അന്നത്തെ
ഇന്നതും അധികം കയ്യെഴുത്ത് മാസിക എന്ന് പറഞ്ഞ സംരംഭം ഞങ്ങളൊരു വളരെ കുറച്ച് കാലം അത് നടക്കി അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടനം ചെയ്ത കാര്യം ഓർക്കുന്നു. അതുപോലെ തന്നെ ആ സഖ്യമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ കുര്യാസ് അദ്ദേഹം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്നപ്പോൾ ഞങ്ങൾ 3 ദിവസത്തെ കലോത്സവം നമ്മുടെ കോട്ടങ്ങൽ സ്കൂളിൽ വെച്ച് നടത്തി. അതിൽ വിദ്യാർത്ഥികൾക്ക് അന്ന് വിജയിച്ച വിദ്യാർത്ഥികൾക്കെല്ലാം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ കൊടുക്കാനൊക്കെ നിമിത്തമായത് ശരിക്കും വർമ്മ സാറിൻ്റെ ആ ഉപദേശം കൊണ്ടാണ് അന്ന് ശരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ നാടക അവതരണത്തിനോട് ബന്ധപ്പെട്ട കാര്യം പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2014 ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തു. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ലൈബ്രറിയും കാര്യങ്ങളും പുസ്തകമൊക്കെ വായനയായിട്ടിരിക്കുമ്പോഴാണ് സാറിൻ്റെ ഒരു വിളി, സാറിൻ്റെ ഒരു ഫോൺ കോൾ വരുന്നത്. ഞാൻ ശരിക്കും അന്ന് ഗുരുവായൂർ പോകാനിരിക്കുന്ന ദിവസമാണ്. അന്ന് സാറ് തന്നെ പറയേണ്ട അപ്പം നല്ലൊരു നിമിത്തമാണെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ വൈകിട്ടത്തെ ട്രെയിന് പോകാനിരിക്കുമ്പോഴാണ് സാറിൻ്റെ ഒരു ഫോൺ കോൾ വരുന്നത്. എനിക്ക് വളരെ സന്തോഷം നൽകിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഇപ്പം അതിൻ്റെ റെമ്യൂണറേഷൻകാർക്കുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അതിലെ ഒരു ചെറിയ എളിതോലെങ്കിലും പങ്കാളിയാകാനും കഴിയുക എന്നുള്ള എൻ്റെ ഒരു ജന്മസാഫല്യം പോലായിരുന്നു. ഞാൻ ഈ സ്ഥാപനത്തിൽ 3 വർഷത്തോളം ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ഞാൻ ജോലി ചെയ്തു. എനിക്ക് ഏറ്റവും കിട്ടിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഇതിൽ പല സാംസ്കാരിക പ്രവർത്തകരെയും പരിചയപ്പെടാനും നമുക്ക് സാർ പറഞ്ഞ സുമനസ്സുകളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത് ഈ ഒരു സ്ഥാപനത്തിലാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തോടുള്ള നന്ദി ഒരിക്കൽ എത്ര പറഞ്ഞാലും തീരുകയില്ല. അദ്ദേഹത്തിനും അതുപോലെ ഈ നാടകം സംഘടിപ്പിക്കുന്ന സാർ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് പല പ്രാവശ്യം അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അന്നൊക്കെ ഞങ്ങൾ അവസാനം നടത്താൻ തീരുമാനിച്ച സമയത്താണ് കൊറോണ വന്നുകൂടി ആ ഇതും പോയി. പക്ഷേ ഞങ്ങൾ പുസ്തകം ഇറക്കാം. ഞാൻ 72-73 ശേഷം ആ പുസ്തകം ഔട്ട് ഓഫ് പ്രിൻ്റ് ആയിരുന്നു. കാരണം അത് കോളേജ് സിലബസിൽ ഒരു പുസ്തകം ഈ പുസ്തകം വന്നതല്ലാണ്ട് ബാക്കി ഒരു ഇത് ഔട്ട് ഓഫ് പ്രിൻ്റ്. പക്ഷേ ഞങ്ങളത് 4 ഗ്രന്ഥങ്ങൾ ഞങ്ങളൊരു അദ്ദേഹത്തിനോട് സമർപ്പണം എന്നുള്ള നിലയിൽ അത് 4 പുസ്തകങ്ങൾ ഞാൻ സമാഹാരമാക്കി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എഴുമറ്റൂർ സാറും അന്ന് MG രാധാകൃഷ്ണനായിരുന്നു എൻ്റെ മുഖ്യാതിഥികൾ. പ്രസ് ക്ലബ്ബിലായിരുന്നു എൻ്റെ മീറ്റിംഗ് 2016 മെയ് 7. അപ്പോൾ അതൊക്കെ ഇതിനൊക്കെ നിമിത്തമായത് ഇതേപോലുള്ള നല്ല മനസ്സുകൾ അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനം അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവർ മാത്രമാണ് ഒത്തിരി കാര്യങ്ങളിലോട് എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ 4 പേരുടെ സഹകരണത്തോടെയാണ് ആ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം നടന്നത്. ആ കാര്യമൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുക. വർമ്മ സാറിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഈ കാര്യത്തിൽ. ഈ ചടങ്ങിന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ വർമ്മ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറ്, അദ്ദേഹത്തിന് എനിക്ക് അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാലൻ സഖ്യമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പറയാൻ കഴിയും. 1 മാസത്തെ അന്നത്തെ ഇപ്പോഴത് ആലോചിക്കുമ്പോൾ ഒരു പഠന ക്യാമ്പ് ഞങ്ങൾ 1 മാസം അവിടെ കാഞ്ഞിരംപാറ ഒരു ട്യൂട്ടർ കോളേജ് ഉണ്ട്, രവീന്ദ്രൻ നായർ എന്ന് പറയും, അദ്ദേഹം ഇന്ന് മരിച്ചുപോയി. അദ്ദേഹത്തിന് ട്യൂട്ടർ കോളേജിലായിരുന്നു ഞങ്ങൾ 1 മാസം ക്യാമ്പ് നടത്തി. എനിക്ക് ഓർമ്മയുണ്ട്, പകൽ ക്യാമ്പ് മാത്രം. അതിൽ പല സാംസ്കാരിക സമ്മേളനം ഈ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറ്, പൂജപ്പുര കൃഷ്ണ, അതുപോലെ ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനങ്ങളുടെ ബാലഭാസ്കർ. അന്ന് ബാലഭാസ്കർ 12-14 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തെയൊക്കെ ഞങ്ങൾ അങ്ങനെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ മരണദിനം കൂടാണ്, മറ്റേ ചരമവാർഷികമാണിത് ബാലഭാസ്കറിൻ്റെ. അപ്പോൾ അവരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് അന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞത് ശരിക്കും അതൊക്കെ ഈശ്വരാധീനമായിട്ട് തോന്നി. ഇപ്പോൾ അതൊക്കെ ഇപ്പം അസാധ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നി. ഇപ്പം കൂടുതലും പബ്ലിസിറ്റിയെക്കാട്ട് ആണ് കൂടുതലും പ്രാമുഖ്യം നടക്കുന്നത്. പക്ഷേ അന്ന് ഈ വളരെ എളിയ തോതിൽ നമ്മൾ വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ നടത്തിയിരുന്ന കാര്യങ്ങൾ പക്ഷേ നല്ല രീതിയിൽ നടത്താൻ പറ്റി. ശരിക്കും ഇങ്ങനെയുള്ള അപ്പോൾ ആ തരത്തിൽ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാറോട്ട് എനിക്ക് അന്ന് തൊട്ട് 80 തൊട്ട് സാറിനുമായിട്ടും പരിചയമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ കുറച്ചുകൂടെ അത് സുദൃഢമായി എന്നുമാണ്. അദ്ദേഹം ഈ നാടകം അവതരിപ്പിക്കുന്നതിൽ എപ്പോഴും എന്നെ നിർബന്ധിച്ചിരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. പിന്നെ അതുപോലെ അനന്തപുരം രവി സാർ, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇനി അടുത്ത അനന്തപുരം രവി സാറിനെ എനിക്ക് അന്നോട്ടേ തിരുവനന്തപുരത്ത് വന്ന കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ പല നാടകങ്ങൾ ഞാൻ കാണാൻ അവസരം ഉണ്ടായിട്ട് ഞാൻ താമസിക്കുന്ന കാഞ്ഞിരംപാറ ഭാഗത്തൂടെ അദ്ദേഹം വൈകിട്ട് ബൈക്കിൽ പോകുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ അടുത്ത് പരിചയപ്പെടുന്ന ഇവിടെ ഈ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ അടുത്ത 3-4 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഇപ്പോൾ ഈ പ്രാവശ്യം തന്നെ നമ്മുടെ കലോത്സവത്തിൽ 3 നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ചെങ്കോലും മരുപുരിയും അദ്ദേഹം തന്നെ എഴുതിയ ദ്രൗപദി, ഇതൊക്കെ ഇവിടെ അവതരിപ്പിച്ച നാടകങ്ങളാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവത്തെക്കുറിച്ചും രചനാ ശൈലിയെക്കുറിച്ചും സംവിധാന മികവിനെക്കുറിച്ചും ഉത്തമ ബോധ്യമുള്ള ആളെന്നുള്ള നിലയിൽ വളരെ നമുക്കൊരു ഒരേ വേവ് ലെങ്ത് ചിന്തിക്കുന്ന ആളെന്നുള്ളതിൽ അദ്ദേഹത്തെ തന്നെ ഞങ്ങൾ ആദ്യം നിശ്ചയിച്ചത്. അതിൽ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അത് 3 മാസം ജൂലൈ 7-ാം തീയതിയാണ് ഇതിൻ്റെ ശരിക്കും ആദ്യം തിരികൊളുത്തിൻ്റെ റിഹേഴ്സൽ നടത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായി. എങ്കിൽ പോലും അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ അത് സംവിധാനം ചെയ്തു. ഇന്നലെ ഞങ്ങളിതിൻ്റെ ഫുൾ റിഹേഴ്സൽ കണ്ട ഒരു വ്യക്തി എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുള്ള വിശ്വാസത്തോടെ അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്.
പിന്നെ ബാക്കി കലാകാരന്മാരൊക്കെ നമുക്ക് ഇതിൻ്റെ നാടകം കഴിഞ്ഞിട്ട് അവരെ പരിചയപ്പെടുന്ന സമയത്ത് അവരെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. അതുപോലെ പിന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ അച്ഛൻ്റെ കുടുംബ സുഹൃത്തുക്കളായിരുന്ന എല്ലാ ഇവിടെ പഞ്ചാബകേശൻ സാറുണ്ട്, അദ്ദേഹം ഭിന്നശേഷി കമ്മീഷണറാണ് പിന്നെ അദ്ദേഹം അച്ഛനുമായിട്ട് വളരെയധികം 10-20 വർഷമായിട്ടും അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഡിസ്ട്രിക്ട് നമ്മുടെ PV ശിവൻ, ശ്രീരഞ്ജനിയുടെ ശിവശങ്കരപ്പിള്ള PV ശിവൻ, അദ്ദേഹം നമ്മുടെ ഉത്തമ സുഹൃത്ത്. ജനാർദ്ദൻ അയ്യർ സാറുണ്ട്. പിന്നെ MG രാധാകൃഷ്ണൻ, സോമശേഖർ, നമ്മുടെ ബാബുജി നായർ, NK ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. അത് എൻ്റെ ബാങ്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയിൽ 4 വർഷം PSCയുടെ ഇത് പ്രകാരം ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ പഠിച്ച ജോലി കിട്ടിയ ആളാണ്. പിന്നെയാണ് ഞാൻ ബാങ്കിൽ പോകുന്നത്. അന്ന് അദ്ദേഹം എൻ്റെ സൂപ്രണ്ടായിരുന്നു NK ഗോപാലകൃഷ്ണൻ. അദ്ദേഹം പിന്നെ വളരെ നാൾക്ക് ശേഷം ഇവിടെ തന്നെ ശരിക്കും അതിനൊരു നിമിത്തമാണ് ഈ ഫൗണ്ടേഷൻ ആണെന്ന് കൂടെ ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ പന്തളത്തുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബ സംഗമം നടത്താൻ വേണ്ടി അദ്ദേഹം ഒരു ദിവസം ഇവിടെ ഇതിൻ്റെ ഈ ഹോൾ അവൈലബിൾ ആണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നതും അന്ന് ഞാനിവിടെ ഇരിക്കുക, എനിക്കത് ആ ബന്ധം പുതുക്കാൻ കഴിഞ്ഞൊക്കെ അതൊക്കെ ഇതൊരു നിമിത്തം ഇതൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും പിന്നെ വളരെയധികം എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ബാങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിരുന്ന എൻ്റെ കൊളീഗ്സ് ആയിരുന്ന ആൾക്കാരെല്ലാവരും ഉണ്ട്. ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പം തന്നെ സമയം വൈകി, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അധികം ദീർഘിപ്പിക്കുന്ന ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്ന നാടകം കാണാനും എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നാടകം മുഴുവൻ കണ്ടിട്ടേ പോകാവൂ ഒരു ചെറിയ അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരു കാര്യം വിട്ടുപോയി, പ്രാർത്ഥന നടത്തിയ ശ്രീ പുല്ലൂർ വിശംബരൻ, അദ്ദേഹം ഇവിടുത്തെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനാണ്. അദ്ദേഹം ഇവിടെ സ്വാതിരുന്നൽ അക്കാദമി പഠിച്ചൊരു ആൾ കൂടിയാണ്. അദ്ദേഹം ഇവിടെ നമ്മുടെ പ്രാർത്ഥനാ ഗീതം കൃഷ്ണപിള്ള സാറിൻ്റെ അനുസ്മരണ സമ്മേളനത്തിലൊക്കെ അദ്ദേഹമാണ് ഇവിടുത്തെ സ്മരണാഞ്ജലി അവതരിപ്പിക്കുന്നത്. അദ്ദേഹമാണ് ഇന്ന് ഇതിവിടെ പ്രാർത്ഥന അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്തെങ്കിലും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു.